നീ അങ്ങോട്ടാ വീട്ടിലേക്ക് വരുന്നില്ലേ? അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോവാണ്. ഞാൻ പിന്നെ വന്നേക്കാം. അടുത്തെങ്ങും ബസ് കിട്ടുന്ന ലക്ഷണമില്ല. എന്നെ ഒന്ന് വീട്ടിൽ വിട്ടിച്ച് പോയാൽ പോരെ? അയ്യോ, അത് പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്. ഞാൻ വേണേ 5 രൂപ തരാം. ചേച്ചി ഓട്ടോറിക്ഷ പോയിക്കോ. പിന്നെ നിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. നിന്റെ ഈ സമയത്ത് പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്കറിയാം. എന്നെ വീട്ടിൽ വിടിച്ച് നീ പോയാൽ മതി. ശല്യമായല്ലോ. ഇപ്രാവശ്യം കടുവാങ്ങ ആര് പറഞ്ഞു അപ്പച്ചനെ ചേച്ചിയോട് സ്നേഹമില്ലെന്ന്? ഇത് കണ്ടില്ലേ, തരുമ്പം ചേച്ചിക്കാണെന്നൊന്നും പറയില്ല. പക്ഷെ കൃത്യമായിട്ട് ഇവിടെ എത്തുന്ന മത്തായിക്കുട്ടി അറിയാം. പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടു വിശേഷം? അപ്പച്ചന് സുഖം തന്നെയല്ലേ? അങ്ങേർക്ക് എന്തോ അസുഖം വരാനാ? എനിക്ക് വിശക്കുന്നു, ചോറ് വിളമ്പ്. ചേച്ചിക്കൊരു വിശേഷം കേൾക്കണം. എന്താ? ഇപ്രാവശ്യം ഉണ്ടായിരുന്നു അപ്പച്ചന്റെ ഒരു കല്യാണാലോചന. ഏതോ ഒരു ആന്റണിയുടെ മോളാ. 100 പവന്റെ സ്വർണം, 2 ലക്ഷം രൂപയും. എന്താ വളോ? എന്നിട്ട് നീ എന്ത് പറഞ്ഞു? മറുപടി ആസ് യൂഷ്വൽ, തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞു. പീറ്റർ, നിനക്ക് ആ പെണ്ണിനെ പോയി ഒന്ന് കാണാൻ പാടില്ലായിരുന്നോ? ശ്രീധന ഇഷ്ടമല്ലെങ്കിൽ വാങ്ങണ്ട. അപ്പച്ചന് ആഗ്രഹം ഉണ്ടാവില്ലേ നീ ഒന്ന് കല്യാണം കഴിച്ച് കാണാൻ? കല്യാണം കഴിക്കില്ലെന്ന് ആര് പറഞ്ഞു? അതൊക്കെ സമയം വരുമ്പോ നടക്കും. ഈ വക കാര്യത്തിലൊന്നും ആരും ആരെയും നിർബന്ധിക്കാൻ പാടില്ല. കരിമീനില്ലേ? ഇപ്പൊ കൊണ്ടുവരാം. ഇന്ന് രണ്ടും കൂടിയാണെന്ന് തോന്നുന്നു. ആഹാ, സാറ് നേരത്തെ തുടങ്ങിയോ? എനിക്ക് കരിമീനില്ലേ? ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് കരിമീൻ വലിയ ഇഷ്ടമാ. എനിക്ക് അതിലും വലിയ ഇഷ്ടമാ. ഇന്നാടോ കൊതിയ? ചേച്ചി, നമുക്ക് ഇവളെ ഒന്ന് കെട്ടിച്ചയക്കണ്ടേ? ഞാനിവിടെ നിൽക്കുന്നതിൽ പീറ്ററിന് എന്താ എത്ര വിഷമം? വിഷമമൊന്നുമില്ല. അല്ല, കാലാകാലങ്ങളിൽ നടക്കേണ്ടത് നടക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓ, ഒരു കാർന്നൂര് വന്നിരിക്കുന്നു പെണ്ണു കെട്ടിക്കാൻ. അല്ല, നിനക്കത് പറയാൻ എന്താ യോഗ്യത? നീ സന്യസിക്കാൻ തീരുമാനിച്ചിരിക്കല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കുക ചേച്ചി, ബുദ്ധി വെക്കട്ടെ. ആളൊരു പാവ. എല്ലാവരോടും വളരെ ഫ്രീ ആയിട്ട് പെരുമാറും. എപ്പോ കണ്ടാലും എന്തെങ്കിലും തമാശ പറയും. എന്നെ രോമാഞ്ചെന്നാ വിളിക്കുന്നത്. ചിലപ്പോ നിത്യവസന്തോന്നും വിളിക്കും. ഞാൻ പ്രേംനസീറിന്റെ ഫാനാ. ഹലോ. രാവിലെ കണ്ടപ്പോ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. അടുത്ത ഞായറാഴ്ച മനസ്സമ്മതാണെന്നൊക്കെ കേട്ടു. ശരിയാണോ? ആരാണാവോ ജീവിതത്തിലെ രോമാഞ്ചം? ഗൾഫിലാ. ആഹാ, കോളടിച്ചല്ലോ. പിന്നെ ജൂഡി പ്രീ ഡിഗ്രി കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്തില്ലല്ലേ? ജൂഡി ഇപ്പോഴും പഴയ വീട്ടിലാണോ താമസം? ജൂഡിയെ നേരത്തെ അറിയോ? അറിയോന്നോ? Judy, what's wrong with you? Just leave it. ചേട്ടൻ ഉറങ്ങിയോ? ഓഫി ഓഫി. താൻ കിടന്നോ. നാളെ നീ വയനാട്ടിലോട്ട് പോകണം. ആ കോശിച്ചേട്ടന്റെ ഫോൺ ഉണ്ടായിരുന്നു. ഒരു ലോഡ് കുരുമുളക് അവിടെ റെഡി ആയിരിപ്പുണ്ട്. നീ എന്നത് കയറ്റി വിടണം. ശരി, പോകാം. വിനാശനെ, ഒരു കാര്യം, തന്റെ ഈ കലാപരിപാടിയൊക്കെ കൊള്ളാം. എന്റെ ഓഫീസ് സ്റ്റാഫിനെ വെറുതെ വിട്ടേക്കണം. എന്നെ നാറ്റിക്കരുത് കേട്ടോ. ഹലോ. പീറ്റർ,
ആര് കുമാറോ? എത്ര കാലമായി നീ എന്നെ ഒന്ന് വിളിച്ചിട്ട്? ഇന്ന് ട്രാൻസ്ഫർ ആയെന്ന് ഇങ്ങോട്ട്. വെരി ഗുഡ്. മറ്റേതാ വരുമോ? ഓക്കെ, ഞാൻ എയർപോർട്ടിൽ വരാം. അതൊക്കെ ശരിയാക്കാന്നേ. ആ ശരി, ഓക്കെ ഓക്കെ. കുഞ്ഞെ, ഇന്നും രാവിലെ ആ വീട്ടുടമസ്ഥൻ വന്നിരുന്നു. മോന്റെ തീരുമാനം എന്താന്ന് വെച്ചാൽ അറിയിക്കാൻ പറഞ്ഞു. ഞാൻ എന്ത് പറയാനാ? ഏതെങ്കിലും നല്ല പാർട്ടിയെ കിട്ടിയാ കൊടുത്തോളാം പറ. എനിക്ക് തൽക്കാലം ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ വെറുതെ പറയാണെന്ന് തോന്നരുത്. നല്ല കണ്ണായ സ്ഥലമാ. 5.5 ലക്ഷം രൂപ അശേഷം കൂടുതലല്ല. പിന്നെ ഒരു കാര്യം, എന്നും ബിസിനസ് ഇതുപോലെ നടന്നു വരില്ല. ഇപ്പോഴാണെങ്കിൽ 5.5 ലക്ഷം രൂപ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാ. തൽക്കാലം നമുക്ക് ഈ വീട് വാങ്ങുന്ന കാര്യം ഡ്രോപ്പ് ചെയ്യാം. പിന്നെ ആവട്ടെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി കുഞ്ഞിന്റെ ഇഷ്ടം. അയ്യോ. ഛി. ആന്റി, ആന്റി, ഇതൊന്ന് അയച്ചതാ. വേഗം ആന്റി, വേഗം. കിടന്ന് തുള്ളാനടാ, അടങ്ങി നിക്ക്. എന്താ ബാഗിൽ? ഏയ് ഒന്നുമില്ല. തുടങ്ങാം. വേഗം വേഗം. എക്സ്ക്യൂസ് മീ, 1 minute. സൂൺ. അവിടെ ഇരിക്കേ. വാറ്റ് 69, 2 ലിറ്റർ ബോട്ടിൽ, 500 രൂപ അതിന്റെ വില. ഒറ്റയ്ക്ക് കഴിക്കാൻ ഒരു മടി. വളരെ വിശേഷപ്പെട്ട സാധനം ആയതുകൊണ്ട് മേനോ സാറിനെയും കൂട്ടാന്ന് കരുതി. ആരെയാ നോക്കുന്നേ? അല്ല, അവളെങ്ങാനും പെട്ടെന്ന് കേറി വന്നാലോ. Cheers. Cheers. ഡാഡി കുടിക്കുക. മമ്മി അറിഞ്ഞ. ആ, മമ്മിയോടൊന്നും പോയി പറഞ്ഞേക്കരുത്. ആ ആ, ചേച്ചി കാണുന്നതിന് മുമ്പ് നിർത്തിയില്ലെങ്കിൽ ചേട്ടന്റെ കാര്യം കുഴപ്പത്തിലാവും. ആ ഫുൾ. ആ ചേട്ടനെവിടെ? പതുക്കെ ചിരിടാ ദ്രോഹി. നിങ്ങൾ കഴിച്ചോ? നുണ, നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. വാ തുറന്നേ, തുറന്നേ. ഊതിക്കേ. അകത്തേക്കല്ല, പുറത്തേക്ക്. അയ്യോ, കുടിച്ചിട്ടുണ്ടല്ലോ. നല്ല മണമുണ്ട്. നീ എന്തിനാ ഇത് ഇവിടെ കൊണ്ടുവന്നത്? നിനക്കറിയാൻ പാടില്ലേ ഇങ്ങനക്ക് ഇത് കുടിക്കാൻ പാടില്ലെന്ന്? എടി, ഞാൻ അതിന് അധികം ഒന്നും കഴിച്ചിട്ടില്ല. ഇത്രേ കഴിച്ചോളൂ, ഇത്രയും. ഇനി വന്നേ. ആ, ഇത് മുഴുവൻ ഇന്ന് തീർക്കാനാണോ ഭാവം? ചിലപ്പോ തീർത്തെന്ന് വരും. ഞാൻ നല്ല മൂഡിലാ. അടിച്ച് ബോധമില്ലാതെ കിടന്നാലേ ചോന്നോണ്ട് പോകാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നീ പോടാ. ഇതിന്റെ പേരെന്താ അങ്കിൾ? എനിക്കൊരു കടലാസിൽ എഴുതി തരാമോ? എന്തിനാ? എന്റെ ക്ലാസ്സിലെ കൊറേ ദുബായിക്കാരുടെ കുട്ടികളുണ്ട്. ഭയങ്കര ഗമ്മിയാ അവർക്ക്. അവരോട് പറയാനാ എന്റെ ഡാഡിയോ അങ്കിളോ ഇതാ കഴിക്കുന്നേന്ന്. ഇതിന് എന്താ വില അങ്കിൾ? 500 രൂപ. 500 രൂപയോ? നിനക്കേ ഒരു സ്മോൾ വേണോ? ഇഷ്ടാണ്, പക്ഷെ വേണ്ട. ഉം. മമ്മി അറിഞ്ഞോ കൊഴപ്പാവും. എന്നാ
അത് പിന്നെ ഊണ്, കഴിച്ചത് മതി, നാവ് കുഴയുന്നുണ്ടല്ലോ. വരൂന്നേ. ആ. വാ. എന്താ ഇത്? അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ ഇത് കസേര ഛേ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ, എനിക്കറിയായിരുന്നു. ഇല്ല, ദേ, ഞാൻ പോവാ. എഴുന്നേൽക്കുമ്പോ പറഞ്ഞേരെ. കുഴപ്പമില്ല, പ്രശ്നം. സോറി. ഇവിടെ വെച്ചായതുകൊണ്ട് നോക്കാനെങ്കിലും ആളുണ്ടായി. വല്ല ഹോട്ടലിലോ ബാറിലോ വെച്ചായിരുന്നെങ്കിൽ കൊച്ചു കുട്ടികളാണെങ്കിൽ ശാസിക്കാൻ ഉപദേശിക്കാം. സ്വയം നിയന്ത്രണം ഇല്ലാത്ത ഒരാളോട് എന്ത് പറയാനാ? കുടിച്ചോ, ഇഷ്ടം പോലെ കുടിച്ചോ. അതിന് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന എന്തിനാ? ഇന്ന് രാവിലെ ചേച്ചി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ചേട്ടൻ അവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയതെന്ന്. ഞാൻ എന്തോന്ന് പറ, എനിക്കൊന്നും ഓർമ്മയില്ല. എങ്ങനെ ഉണ്ടാവും? അതിന് ബോധം ഉണ്ടായിട്ട് വേണ്ടേ? പാവം ദേവിച്ചേച്ചി എന്തുമാത്രം വിഷമിച്ചെന്നോ. ചേട്ടന് നാണമില്ലേ? ആ, ഇനി ബാക്കി അവര് കാണുമ്പോ പറഞ്ഞോളൂ. അങ്കിൾ, രണ്ടു മൂന്ന് ദിവസമായല്ലോ നിന്നെ കണ്ടിട്ട്. നീ എന്താ അങ്ങോട്ടൊന്നും വരാത്തത്? ഓഫീസിൽ തിരക്കായിരുന്നു. നിന്റെ പ്ലാസ്റ്റർ ഒന്ന് മാറ്റി. ഇന്നലെ ഉം. അങ്കിൾ അന്ന് കുറിച്ച സാധനത്തിന്റെ പേരെന്താ? ഐ ആം സോ സോറി. അന്ന് ഞാൻ എന്തൊക്കെ പറഞ്ഞു. ദേവിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, അന്ന് അല്പം ഓവറായി പോയി. ഐ ആം ടെറിബിളി സോറി. തെറ്റെന്റെ ഭാഗത്ത് തന്നെ. ദേവിക്ക് എന്നെ നല്ലപോലെ അറിയാം. ഇതിനു മുമ്പ് ഒരിക്കലും എന്നിൽ നിന്ന് ഇങ്ങനൊരു പെരുമാറ്റം ദേവി കണ്ടിട്ടില്ലല്ലോ. മനസ്സിലൊന്നും വെച്ചേക്കരുത്. ഛേ, ഞാൻ എന്തൊരു പൂർണ്ണ. അതെ, അന്ന് ഞാനല്ല സംസാരിച്ചത്, എന്റെ ഉള്ളിൽ കിടന്ന മറ്റവനാ. ആ ചിരി എന്നെ നോക്കിയായിരുന്നെങ്കിൽ എനിക്ക് എന്തൊരു ആശ്വാസമായിരുന്നു. ഇന്നാ വേണ്ട, 2-3 ദിവസമായി സ്മോൾ അടിക്കാതെയുള്ള ചേട്ടന്റെ ഇരിപ്പ് കാണുമ്പോ എനിക്ക് തന്നെ ഒരു വിഷമം. സാരമില്ല, പ്ലീസ് ഹാവ് ദിസ്. ഞാൻ അന്ന് പറഞ്ഞുകൊണ്ടാണോ? അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞല്ലേ. കഴിക്കണ്ട. ചേട്ടൻ ദേവി ചേച്ചാണോ പെട്ടെന്ന് കുടിക്കണ്ടെന്നുള്ള തീരുമാനം എടുത്തത്? ഞാൻ പറഞ്ഞിട്ടാവാൻ വഴിയില്ല, തനിയെ തോന്നാനും വഴിയില്ല. അപ്പൊ പിന്നെ ദേവി ചേച്ചി വല്ലതും പറഞ്ഞോ? നിർത്ത്, മതി മതി മതി. ഒരു പെണ്ണ് പറഞ്ഞെന്ന് വെച്ച് ഇത്രയും പേടിക്കാനുണ്ടോ? അപ്പൊ ദേവി ചേച്ചി പറഞ്ഞാൽ കേൾക്കുമല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തോ മനസ്സിലാവുന്നുണ്ട്? ഉവ്വ ഉവ്വ. കേൾക്കേണ്ടവർ തയ്യാറായാലല്ലേ പറയാൻ സാധിക്കൂ. ജൂഡിക്കാണെങ്കിൽ എന്നെ കാണുമ്പോ ചെകുത്താൻ കുരിശിനെ കാണുന്ന പോലെയാ. അന്ന് ഞാൻ കാണിച്ചത് അല്പം കടന്ന കൈയായി പോയെന്ന് എനിക്കറിയാം. അതൊരു പബ്ലിക് പ്ലേസിൽ വെച്ചായതുകൊണ്ടായിരിക്കാം ജൂഡി ഇത്രയും ഫീൽ ചെയ്യാനിടയായത്. ഇന്നത്തെ വിവേകം അന്ന് എനിക്കുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. 4 പേരുടെ മുമ്പിൽ ഒരു ഹീറോ ആവല്ലോ എന്ന് കരുതി കൂട്ടുകാരെല്ലാം കൂടി വാശി കയറ്റിയപ്പോ
പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല. ഐ എം സോറി അബൌട്ട് ദി ഇൻസിഡന്റ്. കൂടാതെ മനസ്സിന്റെ ഉള്ളിൽ വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആൺകുട്ടികളുടെ ഇടയിൽ ജൂഡിയുടെ സംസാര വിഷയമായിരുന്നല്ലോ. ജൂഡിയോട് പലരും അടുക്കാൻ ശ്രമിച്ചു, കൂട്ടത്തിൽ ഞാനും. നോക്കിയിട്ട് വേറൊരു മാർഗവും കണ്ടില്ല. ഒരു ആന്റി ക്ലൈമാക്സ് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. ചില പൊട്ടലും ചീറ്റലും, ഒരു അടി വരെ. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാ ഞാൻ ചെയ്തതും. പക്ഷെ സംഭവം ഇത്രയും സീരിയസ് ആവുമെന്ന് ഞാൻ കരുതിയില്ല. മനസ്സിലുള്ള മുഴുവൻ തുറന്നു പറഞ്ഞപ്പോ എന്തൊരാശ്വാസം. ജൂഡി, ഇനിയെങ്കിലും ഇതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. ഞാൻ വരട്ടെ. ജൂഡി, താങ്ക്സ് അലോട്ട്. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ? വേഗം ചെല്ല്, കാപ്പീരും തണുക്കുന്നു. കുമാറോ, ഇൻവിറ്റേഷനൊക്കെ ഇന്ന് വൈകുന്നേരം കിട്ടും. എന്തിനാ? കല്യാണ സാരി എടുക്കാൻ ഞാൻ എന്തിനാ? നിങ്ങളൊക്കെ പോയാ മതി. അതൊന്നും പറഞ്ഞാ പറ്റില്ല, നീ വന്നേ നോക്കൂ. കിടന്ന് ബഹളം വെക്കാതെ വരാം.